എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇടിച്ചക്ക ഇതുപോലെ ഒരു പേപ്പറിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുള്ള് ചെത്തുകയാണെങ്കിൽ കയ്യിൽ അരക്കൊന്നും ആകുകയില്ല. വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ ഒന്ന് മൊത്തം ചെത്തിയെടുക്കുക. ഇതിപ്പം മുള്ളെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കയ്യിലൊന്നും അരക്കൊന്നും ആയിട്ടില്ല. ഇനി ഇതിൻ്റെ നടുക്ക് മുറിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു അരക്കുണ്ടാവുമെന്ന് തുടച്ച് മാറ്റുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നടുക്കുള്ളത് ചെത്തി മാറ്റുക. അത് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുക്കണം. ഇത് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുകയാണ്. ഇനി ഇത് ഒരു പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്ക എടുത്ത പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആവി കയറ്റി എടുക്കുകയാണ്. ഒന്ന് ആവി കയറുകയേ വേണ്ടൂ. തീരെ വെന്തുടയേണ്ട. ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിന് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. ഇത് ഇനി തണുത്തതിന് ശേഷം എടുക്കുക. ഇതിപ്പം തണുത്തിട്ടുണ്ട്. ഇതിനി കുറേശ്ശെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അരഞ്ഞു പോകരുത്. ഒന്ന് കറക്കുകയേ വേണ്ടൂ. പൊടിയേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ഒരു പാകത്തിന് ചെയ്താൽ മതി. ഇത് ഓരോ പ്രാവശ്യം പൊടിക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് പൊടിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഉപ്പും മഞ്ഞളും നല്ലപോലെ പിടിച്ച് കിട്ടും. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കൂട്ടിന് ഒരു ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം കറിവേപ്പില, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, 1 സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് കറക്കിയെടുക്കുക വേണ്ടു. ഇനി ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് അതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് ഇത് ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. കൂട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നാലും കൂട്ടിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ചക്ക ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ആദ്യം ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഒട്ടലുണ്ടാവും. ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇളക്കി നല്ലപോലെ ആവി വന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ തോരന് നല്ല ഒരു ഇറച്ചിയുടെ മണം ഉണ്ടാവുകയും ഇറച്ചിത്തോരൻ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക.
ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.